Hi all, welcome to Competitive Cracker. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് കേട്ടറ്റ് 3 ഫിസിക്കൽ സയൻസിൻ്റെ പെഡഗോജിയിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് വളരെയേറെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു നോക്കുമ്പോൾ എല്ലാ ടൈമും എല്ലാ കേട്ടറ്റ് 3ക്കും ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. കേട്ടറ്റ് 3ക്ക് തന്നെയല്ല, കേട്ടറ്റ് 1ഉം 2ഉം ആയിക്കോട്ടെ, അതിനും ചോദിക്കുന്ന കുറച്ച് പെഡഗോജി ക്വസ്റ്റ്യൻസ് ആണ്. അതിൻ്റെ എക്സ്പ്ലനേഷനുമാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നോക്കുക, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഐഡന്റിഫൈ ദ പ്രോസസ് ദാറ്റ് ഡസ് നോട്ട് ബിലോങ് ടു 5E മോഡൽ. 5E മോഡൽ ഓഫ് ടീച്ചിങ് അല്ലേ? അതില്ലാത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ കേട്ടറ്റിന് ഉണ്ടാവില്ല. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നോക്കുക, ഐഡന്റിഫൈ ദ പ്രോസസ് ദാറ്റ് ഡസ് നോട്ട് ബിലോങ് ടു 5E മോഡൽ. എൻഗേജ്മെന്റ്, എക്സ്ട്രാപ്പൊലേഷൻ, എക്സ്പ്ലോറേഷൻ, എലാബറേഷൻ. അപ്പോൾ എന്താണ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്? ഈ 5E മോഡലിൽ ഉൾപ്പെടാത്തത് ഏതെന്നാണ് തന്നിരിക്കുന്നവയിൽ ഉൾപ്പെടാത്തത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എൻഗേജ്മെന്റ് തന്നിട്ടുണ്ട്, എക്സ്ട്രാപ്പൊലേഷൻ തന്നിട്ടുണ്ട്, എക്സ്പ്ലോറേഷൻ തന്നിട്ടുണ്ട്, എലാബറേഷൻ തന്നിട്ടുണ്ട്. ഏതാണ്? അപ്പം നമുക്കറിയാം അല്ലേ, 5E മോഡൽസ് ഓഫ് ടീച്ചിങ് അറിയാം. അതിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ഏതൊക്കെയാണ്? നമ്മൾ ഓരോന്ന് പഠിക്കണം. ഏതൊക്കെയാണ്? ഫസ്റ്റത്തേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻഗേജ്മെന്റ് ആണ്. അത് ശരിയാണ് അല്ലേ? എൻഗേജ്മെന്റ് ആണ്. അതിനുശേഷം വരുന്നതാണ് ഏത്? എക്സ്പ്ലെയിൻ. എൻഗേജ്മെന്റിന് ശേഷം വരുന്ന സ്റ്റെപ്പാണ് എക്സ്പ്ലെയിൻ. എക്സ്പ്ലെയിന് ശേഷം വരുന്നതാണ് ഏതെന്ന് പറയുന്നത്? എക്സ്പ്ലോറേഷൻ അല്ലേ? എക്സ്പ്ലോറേഷൻ. എന്താണ്? എക്സ്പ്ലോറേഷൻ. ഇനി എക്സ്പ്ലോറേഷന് ശേഷം വരുന്ന സ്റ്റെപ്പ് ഏതാണ്? ഇലാബറേഷൻ. ഏതാണ്? ഇലാബറേഷൻ. ഇലാബറേഷൻ. അതിനുശേഷം അവസാനത്തെ സ്റ്റെപ്പാണ് ഏതെന്ന് പറയുന്നത്? ഇവാലുവേഷൻ. ഇവാലുവേഷൻ. അപ്പൊ നോക്കുക, ഇതിൽ നിന്ന് തന്നെ ഇതിൽ ഉൾപ്പെടാത്ത സ്റ്റെപ്പ് ഏതാണെന്ന് കിട്ടിക്കാണും. ഏതാണ്? ഓപ്ഷൻ ബി, എക്സ്ട്രാപ്പൊലേഷൻ ആണ് ഈ 5E മോഡൽസിൽ ഇല്ലാത്ത സ്റ്റെപ്പ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അപ്പോൾ 5E മോഡൽസിലെ സ്റ്റെപ്പ് ഏതൊക്കെയാണ്? എൻഗേജ്മെന്റ്, എക്സ്പ്ലെയിന്, എക്സ്പ്ലോറേഷന്, ഇലാബറേഷന്, ഇവാലുവേഷന്. ഇനി ഓരോ സ്റ്റെപ്പും എന്താണെന്ന് നമുക്ക് അറിഞ്ഞിരിക്കണം. അതെന്താണെന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ എൻഗേജ്മെന്റ് എന്ന് പറയുന്ന ഈ പ്രോസസ്സിൽ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ടീച്ചർ ഒരു കുട്ടിയുടെ പ്രീവിയസ് നോളേജ് അളക്കുകയാണ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ പുതിയൊരു ടോപ്പിക്ക് പഠിക്കുമ്പോൾ ആ കുട്ടിക്ക് ആ കണ്ടന്റിനെ കുറിച്ച് പ്രീവിയസ് ആയിട്ടുള്ള എത്രമാത്രം കാര്യങ്ങൾ അറിയാമെന്ന് അളക്കുന്ന ഒരു സ്റ്റെപ്പാണ് ഏതെന്ന് പറയുന്നത്? എൻഗേജ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ എൻഗേജ്മെന്റിൽ ടീച്ചർ കുട്ടിയുടെ പ്രീവിയസ് നോളേജ് അളക്കാനുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം, ആക്ടിവിറ്റീസ് കൊടുക്കാം. അതൊക്കെയാണ് എവിടെ ചെയ്യുന്നത്? എൻഗേജ്മെന്റിൽ ചെയ്യുന്നത്. അവിടുത്തെ ബേസിക് എന്ന് പറയുന്നത് എന്താണ്? കുട്ടിയുടെ പ്രീവിയസ് നോളേജ് അളക്കുക. ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രീവിയസ് നോളേജ് അളക്കുക. ഇനി അടുത്തൊരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ ആണ് അല്ലേ? എക്സ്പ്ലെയിൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോക്കുക, എന്താണ് ചെയ്യേണ്ടത്? എൻഗേജ്മെന്റ് കഴിഞ്ഞൊരു കുട്ടി അല്ലേ? എന്ന് വെച്ചാൽ എന്താണ്? ആ കുട്ടിക്ക് പ്രീവിയസ് നോളേജ് എന്തേറെ ഉണ്ടെന്ന് ടീച്ചർക്ക് മനസ്സിലാകുകയാണ്. അപ്പോൾ ടീച്ചർ എന്ത് ചെയ്യുകയാണ് ചെയ്യുന്നത്? കുറച്ച് പുതിയ ടോപ്പിക്ക് പഠിക്കാനായിട്ടുള്ള കുറച്ച് ആക്ടിവിറ്റീസ് ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. പഴയ നോളേജ് വെച്ചിട്ട് ആ കുട്ടി എങ്ങനെ പുതിയ ഒരു ടോപ്പിക്കിലേക്ക് എത്തും എന്നതിനെ കുറിച്ചുള്ള ഒരു എക്സ്പ്ലനേഷൻ ആണ് ഇവിടെ നടക്കുന്നത്. എക്സ്പ്ലെയിനിൽ നടക്കുന്നത്. ഇനി അടുത്തതാണ് ഏതെന്ന് പറയുന്നത്? എക്സ്പ്ലോറേഷൻ. എക്സ്പ്ലോറേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? ഓൾറെഡി പ്രീവിയസ് നോളേജ് കുട്ടീനെ കുറിച്ച് അറിഞ്ഞു. അതിനുശേഷം കുട്ടീനെ എന്ത് ചെയ്യാണ്? പുതിയ ഐഡിയാസ് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ ഐഡിയാസ് ബേസ് ചെയ്തിട്ടുള്ള ആക്ടിവിറ്റീസ് ഒക്കെ കുട്ടികൾ പരസ്പരവും സ്വയവും ചെയ്യുന്ന ആക്ടിവിറ്റീസ് ഒക്കെ ഏതിലാണ് വരിക? എക്സ്പ്ലോറേഷനിലാണ് വരിക. ഏതിലാണ് വരിക? എക്സ്പ്ലോറേഷനിലാണ് വരിക. അപ്പോൾ എക്സ്പ്ലോറേഷനിൽ എന്ത് ചെയ്യും? കുട്ടികൾ തമ്മിൽ പരസ്പരം സംസാരിക്കും, അതുപോലെ തന്നെ ടീച്ചറോട് സംസാരിക്കും. എന്നിട്ടൊക്കെ എന്താണ്? അവർക്ക് കൊടുത്തിരിക്കുന്ന ഒരു ടാസ്ക് എങ്ങനെയാണ് കംപ്ലീറ്റ് ചെയ്യുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഒരു ഐഡിയയിൽ എത്തിക്കുന്നത് എവിടെയാണ്? ഈ എക്സ്പ്ലോറേഷൻ എന്ന് പറയുന്ന ടെക്നിക്കിലാണ്. ഇനി എക്സ്പ്ലോറേഷന് ശേഷമാണ് ഏത് വരുന്നത്? ഇലാബറേഷൻ വരുന്നത്. അപ്പോൾ എന്ത് ചെയ്യാണ്? എക്സ്പ്ലോറേഷനിൽ കുട്ടികൾ പരസ്പരം സംസാരിക്കുന്നു. അതിനുശേഷം എന്താണ്? അവർക്ക് കിട്ടിയ ഐഡിയാസ് ഇല്ലേ? അവർക്ക് കിട്ടിയ ഐഡിയാസ് അവർ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സ്റ്റെപ്പ് ഏതാണ്? ഈ എക്സ്പ്ലോറേഷനിൽ തന്നെയാണ് അവരെന്ത് ചെയ്യുന്നത്? കുട്ടികളുടെ പുതിയ ഐഡിയാസ് അവർ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതിനുശേഷം എന്താണ്? അവിടെ ടാസ്ക് ബേസ് ചെയ്തിട്ട് ഒരു കൺക്ലൂഷനിൽ എത്തുവാണ്. ഇനി കൺക്ലൂഷനിൽ എത്തിക്കഴിഞ്ഞിട്ട് ആ ഐഡിയ വെച്ചിട്ട് അവർ പുതിയ
പുതിയ ഫൈൻഡിങ്സ് അല്ലെങ്കിൽ എന്താണ് പുതിയ അതിനെ അപ്ലൈ ചെയ്യുന്ന സ്റ്റെപ്പ് മനസ്സിലായോ? അവർക്ക് കൺക്ലൂഡ് ചെയ്ത് കിട്ടിയ ആ ഒരു ഐഡിയാസിനെ അപ്ലൈ ചെയ്യുന്നത് എവിടെയാണ്? എലാബറേഷൻ എന്ന് പറയുന്ന ടെക്നിക്കിലാണ്. എവിടെയാണ്? എലാബറേഷൻ എന്ന് പറയുന്ന സ്റ്റെപ്പാണ്. അതിനുശേഷം അവർ ചെയ്ത അല്ലെങ്കിൽ അവർ അപ്ലൈ ചെയ്യുന്ന ഐഡിയാസിനെ ഇവാലുവേറ്റ് ചെയ്യുന്നതാണ് എവിടെ? ഇവാലുവേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിൽ. അപ്പം ഇത്രയുമാണ് 5E. ഓരോ ഇയും, അതായത് ഇവിടുത്തെ എൻഗേജ്മെന്റ്, എക്സ്പ്ലെയിന്, എക്സ്പ്ലോറേഷന്, ഇലാബറേഷന്, ഇവാലുവേഷന്, ഓരോ സ്റ്റെപ്പിൽ എന്തൊക്കെയാണ് നടക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ എപ്പോഴും തന്നെ മാറി മാറി ചോദിക്കുന്നതാണ്. സോ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ 5ഉം നന്നായിട്ട് തന്നെ പഠിച്ചു വെക്കുക. അപ്പം ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് എക്സ്ട്രാപൊലേഷൻ ആണ്. ഇതിൽ ഉൾപ്പെടാത്ത ഏതാണ്? എക്സ്ട്രാപൊലേഷൻ ആണ്. എക്സ്പ്ലെയിനും എക്സ്പ്ലോറേഷനും മാറി മാറി ചോദിക്കുന്നതാണ്. എക്സ്പ്ലോറേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികൾ അവിടെ ഐഡിയ പങ്കുവെക്കുന്ന സ്റ്റെപ്പ് ഏതാണെന്ന് ഏത് സമയവും ചോദിക്കാറുണ്ട്. അത് നമ്മൾ എപ്പോഴും ആൻസർ ഏതിലേക്ക് പോകും? എക്സ്പ്ലെയിനിലേക്ക് പോകും. എക്സ്പ്ലെയിൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടീച്ചറാണ് അവിടെ പങ്കിടുന്നത്. അപ്പോൾ കുട്ടികൾ പങ്കിടുന്നത് എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എക്സ്പ്ലോറേഷനിലാണ്. സോ അത് മാറിപ്പോകരുത്. അപ്പോൾ ഈ ഒരു 5E മോഡല് നല്ല തറമായിട്ട് തന്നെ പഠിച്ചു വെക്കുക. നിങ്ങൾക്ക് 1 മാർക്ക് ഷുവറായിട്ട് ഉറപ്പിക്കാം. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. വിച്ച് എമോങ് ദ ഫോളോയിങ് ഡസ് നോട്ട് ബിലോങ്ങിങ് ടു പ്രൊഡക്റ്റ് അപ്രോച്ച് ഓഫ് സയൻസ്? അല്ലേ, നമുക്കറിയാം സയൻസിന് 2 അപ്രോച്ച് ഉണ്ട് അല്ലേ? ഏതാണ്? പ്രോസസ് അപ്രോച്ചും പ്രൊഡക്റ്റ് അപ്രോച്ചും. അപ്പോൾ അതിൽ പ്രൊഡക്റ്റ് അപ്രോച്ചിൽ ഇല്ലാത്തത് ഏതാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് വൺ ലോ, ബി പ്രിൻസിപ്പിൾ, സി ഹൈപ്പോത്തിസിസ് ആൻഡ് ഡി തിയറി. ഇതിലേതാണ് പ്രൊഡക്റ്റിൽ ഇല്ലാത്ത? പ്രൊഡക്റ്റ് അപ്രോച്ച് ഓഫ് സയൻസ് നമുക്കറിയാം പ്രോസസ് സ്കില്ലും ഉണ്ട്, പ്രൊഡക്റ്റ് സ്കില്ലും ഉണ്ട് അല്ലേ? ഇതിൽ പ്രൊഡക്റ്റ് സ്കില്ലിൽ ഉൾപ്പെടാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമുക്കിവിടെ അറിയാവുന്ന ഒരു കാര്യമുണ്ട്, ലോവ്, അതുപോലെ തന്നെ പ്രിൻസിപ്പിൾ അല്ലേ? ലോ, പ്രിൻസിപ്പിൾ, തിയറി. ഇത് 3ഉം എന്താണ്? പ്രൊഡക്റ്റ് അപ്രോച്ചിൽ പെടുന്നതാണ് അല്ലേ? ഇത് 3ഉം പ്രൊഡക്റ്റ് അപ്രോച്ചിൽ പെടുന്നതാണ്. പിന്നെ ഹൈപ്പോത്തിസിസിന്റെ കാര്യത്തിലായിരിക്കും എപ്പോഴും കൺഫ്യൂഷൻ വരിക. കാരണം എന്താണ്? പ്രോസസ് സ്കിൽ എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? നമ്മൾ ചെയ്യുന്നതെല്ലാം ഏതിൽ ബേസ് ചെയ്തിട്ടാണ്? പ്രോസസ് സ്കില്ലിൽ ബേസ് ചെയ്തിട്ടുള്ളതാണ് അല്ലേ? ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് ഒബ്സർവ് ചെയ്തു അല്ലേ? ഒബ്സർവ്, അതുപോലെ തന്നെ മെഷറിങ്, ക്ലാസിഫിക്കേഷൻ, ഇതെല്ലാം എന്താണ്? പ്രോസസ് സ്കില്ലിൽ ഉൾപ്പെട്ടതാണ്. അതുപോലെ തന്നെയാണ് ഹൈപ്പോത്തിസിസ്. ഹൈപ്പോത്തിസിസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? ടെസ്റ്റിംഗ് ആണ് അല്ലേ? അതും ഏതിലാണ് ഉൾപ്പെടുന്നത്? പ്രോസസ് സ്കില്ലിലാണ്, പ്രൊഡക്റ്റ് സ്കില്ലിലല്ല. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ആൻസർ വിച്ച് എമോങ് ദി ഫോളോയിങ് ഡസ് നോട്ട് ബിലോങ്ങിങ് ടു പ്രൊഡക്റ്റ് അപ്രോച്ച് ഓഫ് സയൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതാണ്? ഓപ്ഷൻ സി ആണ്, ഹൈപ്പോത്തിസിസ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ അപ്രോച്ച് ഇൻ വിച്ച് സബ്ജക്ട് ആർ ടോട്ട് ഇൻ റിലേഷൻ ടു ബ്രോഡ് ഏരിയാസ് ഓഫ് വേരിയസ് ബ്രാഞ്ചസ് ഈസ് കോൾഡ് ഇന്റഗ്രേറ്റഡ് അപ്രോച്ച്, ടോപ്പിക്കൽ അപ്രോച്ച്, സ്പൈറൽ അപ്രോച്ച്, കോൺസെൻട്രിക് അപ്രോച്ച്. അപ്പോൾ ഇവിടെ എന്താണ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ അപ്രോച്ച് ഇൻ വിച്ച് സബ്ജക്ട്സ് ആർ ടോട്ട് ഇൻ ടു റിലേഷൻ ടു ബ്രോഡ് ഏരിയാസ് ഓഫ് വേരിയസ് ബ്രാഞ്ചസ് അല്ലേ? അതായത് ഒരു സബ്ജക്റ്റ് പഠിപ്പിക്കുകയാണെങ്കിൽ, ഒരു ടോപ്പിക്ക് പഠിപ്പിക്കുകയാണെങ്കിൽ അതിൻ്റെ വേരിയസ് ബ്രാഞ്ചസ് വേരിയസ് സബ്ജക്റ്റുമായിട്ട് കണക്ട് ചെയ്ത് പഠിപ്പിക്കുകയാണ്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ഫിസിക്സിലെ അല്ലെങ്കിൽ എന്താണ് കെമിസ്ട്രിയിലെ ഒരു ടോപ്പിക്ക് പഠിപ്പിക്കുമ്പോൾ, അല്ലെങ്കിൽ എന്താ നമ്മൾ പീരിയോഡിക് ടേബിൾ എടുക്കുവാണ് അല്ലേ? പീരിയോഡിക് ടേബിൾ പഠിപ്പിക്കുമ്പോൾ പീരിയോഡിക് ടേബിളിൻ്റെ ഹിസ്റ്ററി പഠിപ്പിക്കും. അപ്പോൾ ആ ഹിസ്റ്ററി ഏതുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ്? നമുക്ക് ഹിസ്റ്ററി അല്ലേ എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റിനെ ബേസ് ചെയ്ത് കണക്ട് ചെയ്ത് പഠിപ്പിക്കാം. അപ്പോൾ അങ്ങനെ പഠിപ്പിക്കുന്ന ആ ഒരു അപ്രോച്ചിന് പറയുന്ന പേരെന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ഏതൊക്കെ തന്നിട്ടുണ്ട്? ഇന്റഗ്രേറ്റഡ് അപ്രോച്ച് തന്നിട്ടുണ്ട്, ടോപ്പിക്കൽ അപ്രോച്ച് തന്നിട്ടുണ്ട്, സ്പൈറൽ അപ്രോച്ച് തന്നിട്ടുണ്ട്, കോൺസെൻട്രേറ്റിക് അപ്രോച്ച് തന്നിട്ടുണ്ട്. ഇതിൽ ഏത് അപ്രോച്ചാണ്? നമുക്കറിയാം ഇന്റഗ്രേറ്റഡ് അപ്രോച്ച് ആണ് അല്ലേ? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, ഇന്റഗ്രേറ്റഡ് അപ്രോച്ച് ആണ്. അപ്പോൾ ഇന്റഗ്രേറ്റഡ് അപ്രോച്ച് ആണ് ഇങ്ങനെ പല സബ്ജക്റ്റുകൾ കണക്ട് ചെയ്ത് പഠിപ്പിക്കാനായിട്ട്, അതായത് ഒരു സബ്ജക്റ്റ് വാസ്റ്റ് ആയിട്ട് പഠിപ്പിക്കാനായിട്ട് പല സബ്ജക്റ്റുകൾ കണക്ട് ചെയ്ത് പഠിപ്പിക്കുന്നതിനാണ് എന്തെന്ന് പറയുന്നത്? ഇന്റഗ്രേറ്റഡ് അപ്രോച്ച് എന്ന് പറയുന്നത്. ഇനി അടുത്തത് ടോപ്പിക്കൽ അപ്രോച്ച് എന്ന് വെച്ചാൽ എന്താണ്? ടോപ്പിക്കൽ അപ്രോച്ച് എന്ന് വെച്ചാൽ നമ്മൾ ഒരു ക്ലാസ്സിൽ ഒരു ടോപ്പിക് എടുത്തു, എന്നിട്ട് എന്താണ് ആ ക്ലാസ് കൊണ്ട് തന്നെ ആ ഒരു വർഷം കൊണ്ട് തന്നെ കംപ്ലീറ്റ് ചെയ്യും. അങ്ങനത്തെ അപ്രോച്ചാണ് എന്തെന്ന് പറയുന്നത്? ടോപ്പിക്കൽ അപ്രോച്ച് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ഇന്റഗ്രേറ്റഡ് അപ്രോച്ച് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണക്ട് ചെയ്ത് പഠിപ്പിക്കുന്നു, പല സബ്ജക്റ്റുകൾ കണക്ട് ചെയ്ത് ആ ഒരു ടോപ്പിക്കിനെ നല്ല വാസ്റ്റ് ആയിട്ട് കണ്ടന്റ് റിച്ച് ആയിട്ട് പഠിപ്പിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്? ഇന്റഗ്രേറ്റഡ് അപ്രോച്ച് എന്ന് പറയുന്നത്. ടോപ്പിക്കൽ അപ്രോച്ച് ആണെങ്കിൽ
എന്താണ് ടോപ്പിക്കൽ അപ്രോച്ച് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മൾ ഏതെങ്കിലും ഒരു ക്ലാസ് എടുക്കുകയാണ്, ഏതെങ്കിലും ഒരു സ്റ്റാൻഡേർഡ് എടുക്കുകയാണ്, ആ വർഷം ആ ഒരു ടോപ്പിക് ഇൻട്രൊഡ്യൂസ് ചെയ്തതിന് ശേഷം ആ ഒരു വർഷം കൊണ്ട് തന്നെ അത് കംപ്ലീറ്റ് പഠിപ്പിക്കുന്ന മെത്തേഡാണ് എന്തെന്ന് പറയുക ടോപ്പിക്കൽ അപ്രോച്ച് എന്ന് പറയുന്നത്. ഇനി സ്പൈറൽ അപ്രോച്ച് ആണെങ്കിൽ, സ്പൈറൽ അപ്രോച്ച് നമുക്കറിയാം അല്ലെ, സ്പൈറൽ അപ്രോച്ച് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചിത്രം കണ്ടിട്ടുണ്ടാവും. അതായത് സ്പൈറൽ ആയിട്ട് ആദ്യം എന്താണ് ഒരു കണ്ടന്റ് എടുക്കുകയാണെങ്കിൽ അതിന്റെ ബേസ് ആയിട്ടുള്ള കാര്യം പഠിപ്പിക്കുന്നു, അതിനുശേഷം എന്താണ് അതിന്റെ ഹയർ അല്ലെ, ഓരോ വർഷവും കൂടുന്തോറും അതിന്റെ ഹയർ ലെവലായിട്ടുള്ള ടോപ്പിക് അല്ലെങ്കിൽ ഹയർ ലെവലായിട്ടുള്ള അതിന്റെ കണ്ടന്റ് പഠിപ്പിക്കുന്നു. അതിനാണ് എന്തെന്ന് പറയുന്നത് സ്പൈറൽ അപ്രോച്ച് എന്ന് പറയുന്നത്. ശരിയല്ലേ, സ്പൈറൽ അപ്രോച്ച്. അപ്പൊ നമ്മൾ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറഞ്ഞ പീരിയോഡിക് ടേബിൾ എടുക്കുകയാണെങ്കിൽ നമ്മൾ എവിടെ തൊട്ട് പഠിക്കുന്നുണ്ട്, 8th തൊട്ട് അല്ലെ, നമ്മൾ മൂലകങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് പീരിയോഡിക് ടേബിളിന്റെ ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് ഓരോ എലമെന്റ്സിനും ആ പേര് വന്ന് എന്നൊക്കെയുള്ള കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. 9th ചെല്ലുമ്പോഴത്തേക്കും എന്താണ് പീരിയോഡിക് ടേബിളിലേക്ക് നമ്മൾ എത്തുക ചെയ്യുന്നത്. എന്ന് വെച്ചാൽ എന്താണ് പീരിയോഡിക് ടേബിളിന്റെ ഹിസ്റ്ററി തൊട്ടിട്ട് പീരിയോഡിക് ടേബിൾ അല്ലെ, നമ്മുടെ മോഡേൺ പീരിയോഡിക് ടേബിൾ വരെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് 9th പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതിനെ ബേസ് ചെയ്തിട്ട് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ പഠിക്കുന്നുണ്ട്. അവിടെയൊക്കെ എന്താണ് നമ്മൾ ഒന്ന് റിവൈസ് ചെയ്യുന്നുണ്ട്, പീരിയോഡിക് ടേബിളിന്റെ ബേസ് ഒന്നുകൂടി ഒന്ന് റിവൈസ് ചെയ്തിട്ടാണ് ഏത് പഠിപ്പിക്കുന്നത് പീരിയോഡിക് ടേബിൾ പഠിപ്പിക്കുന്നത്. വീണ്ടും നമ്മൾ 10th ചെല്ലുമ്പോൾ എന്താണ് പീരിയോഡിക് ടേബിളിലെ ഓരോ ബ്ലോക്കുകളെ പറ്റി പഠിക്കുന്നുണ്ട് അല്ലെ, എസ് പി ഡി എഫ് എന്ന് പറഞ്ഞ് ബ്ലോക്കുകളെ കുറിച്ച് പഠിക്കുന്നുണ്ട്, സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പഠിക്കുന്നുണ്ട്. അപ്പം അവിടെയും സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പഠിക്കണമെങ്കിൽ അവിടെ എന്താണ് മെയിൻ ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ 9th പഠിച്ചിട്ടുള്ള മെയിൻ ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഒന്നുകൂടെ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്തിട്ടാണ് നമ്മൾ കൂടുതൽ കണ്ടന്റ് റിച്ച് ആയിട്ട് 10th പഠിക്കുന്നത്. അപ്പം ഇങ്ങനെ ഈ പഠിക്കുന്ന രീതിയാണ്, ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്തിട്ട് കണ്ടന്റ് വീണ്ടും എൻറിച്ച്ഡ് ആയിട്ട് പഠിക്കുന്ന രീതിയാണ് ഇതെന്ന് പറയുന്നത് സ്പൈറൽ അപ്രോച്ച് എന്ന് പറയുന്നത്. ഇനി കോൺസെൻട്രേറ്റിക് അപ്രോച്ചിന്റെ കേസ് ആണെങ്കിലോ, കോൺസെൻട്രേറ്റിക് അപ്രോച്ചിന്റെ കേസ് ആണെങ്കിൽ ഒന്നുമില്ല, പേരിൽ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഒരു സബ്ജക്റ്റ് ആയിട്ട് അങ്ങ് പഠിപ്പിക്കുക. എന്ന് വെച്ചാൽ എന്താണ് നമ്മൾ ബേസ് തൊട്ട് ഇങ്ങനെ ഹയർ ആയിട്ട് അതിന്റെ ഹയർ ആയിട്ട് അങ്ങനെ പഠിച്ചു പോകുന്ന രീതിയാണ് എന്തെന്ന് പറയുന്നത് കോൺസെൻട്രിക് അപ്രോച്ച് എന്ന് പറയുന്നത്. ഓക്കെ, സ്പൈറൽ ആവുമ്പോൾ എന്താണ് അത് ജസ്റ്റ് ഒന്ന് വീണ്ടും അല്ലെ ഒന്ന് റിവൈൻഡ് ചെയ്യും. കോൺസെൻട്രിക് ആണെങ്കിൽ എന്താണ് ഇങ്ങനെ കണ്ടന്റ് എൻറിച്ച്ഡ് ആയിട്ട് ഇങ്ങനെ പഠിച്ചു പോവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ഏതാണെന്ന് പറഞ്ഞു, ഓപ്ഷൻ എ ആണ്, ഇന്റഗ്രൽ അപ്രോച്ച് ആണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Vogel's criteria is used to assess the quality of a textbook, workbook, handbook, supplementary reader. അപ്പോൾ ഈ വോഗൽ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് എന്തിൻ്റെ ക്വാളിറ്റി അളക്കാനുള്ളതാണെന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇത് എല്ലാ തവണയും തന്നെ നിങ്ങളുടെ കേട്ടറ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാം, വീണ്ടും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നോക്കുക, വോഗൽസ് ക്രൈറ്റീരിയ ഈസ് യൂസ്ഡ് ടു അസസ് ദ ക്വാളിറ്റി ഓഫ് എ ടെക്സ്റ്റ് ബുക്ക്, വർക്ക് ബുക്ക്, ഹാൻഡ് ബുക്ക്, സപ്ലിമെന്ററി റീഡർ. ഏതാണ് ആൻസർ? ആൻസർ എന്ന് പറയുന്നത് ടെക്സ്റ്റ് ബുക്ക് ആണ്. അപ്പോൾ വോഗൽ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് എന്താണ്? ഒരു ഗ്രേഡിംഗ് ആണ്. എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ഒരു ടെക്സ്റ്റ് ബുക്കിന്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യാനുള്ള ഗ്രേഡിംഗ് ആണ് എന്തെന്ന് പറയുന്നത് വോഗൽ ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് നോക്കുക. Which role is not performed by SCERT in promoting qualitative improvement in schools? Arrangement for teacher training programs, preparation of handbook and test preparation of handbook and textbooks, conduct of educational research studies, conduct of career placement of teachers. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണ്? ഒരു എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലേ, നമുക്ക് വായിച്ചാൽ തന്നെ ആൻസർ അറിയാം. നോക്കുക, which role is not performed by SCERT promoting in qualitative improvement in schools? അതായത് സ്കൂൾസിലെ ക്വാളിറ്റേറ്റീവ് ഇംപ്രൂവ്മെന്റ് കൂട്ടാനായിട്ട് SCERTയുടെ റോൾ അല്ലാത്തത് താഴെ പറയുന്നവയിൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് വൺ നോക്കുക, അറേഞ്ച്മെന്റ് ഫോർ ടീച്ചർ ട്രെയിനിങ് പ്രോഗ്രാംസ് അല്ലെ. ടീച്ചർ ട്രെയിനിങ് പ്രോഗ്രാംസ് അറേഞ്ച് ചെയ്യുന്നത് എന്തിനാണ്? ടീച്ചേഴ്സിന്റെ ക്വാളിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അതപ്പോൾ എന്താണ്? SCERTയുടെ റോളാണ്. ഇനി അടുത്തത് പ്രിപ്പറേഷൻ ഓഫ് ഹാൻഡ് ബുക്സ് ആൻഡ് ടെക്സ്റ്റ് ബുക്ക്. നമുക്കറിയാം ടെക്സ്റ്റ് ബുക്കും ഹാൻഡ് ബുക്കും ആരാണ് പ്രിപ്പയർ ചെയ്യുന്നത്? SCERT തന്നെയാണ്. അപ്പോൾ അതും എന്താണ്? SCERTയുടെ റോളാണ്. ഇനി അടുത്തത് കണ്ടക്ട് ഓഫ് എഡ്യൂക്കേഷണൽ റിസർച്ച് സ്റ്റഡീസ് അല്ലെ. എഡ്യൂക്കേഷണൽ റിസർച്ച് സ്റ്റഡി കണ്ടക്ട് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? എഡ്യൂക്കേഷന്റെ ക്വാളിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടാണ്. അതും എന്താണ്?
SCRTയുടെ റോള് തന്നെയാണ്. ഇനി നോക്കുക, കണ്ടക്ട് ഓഫ് കരിയർ പ്ലേസ്മെന്റ് ഓഫ് ടീച്ചേഴ്സ്. ടീച്ചേഴ്സിന് കരിയർ പ്ലേസ്മെന്റ് നൽകുക എന്നുള്ളത് എന്താണ്, SCRTയുടെ ഒരു റോളിൽ പെടുന്നതല്ല. അതായത് സ്കൂൾസിൻ്റെ അല്ലെ ക്വാളിറ്റേറ്റീവ് ഇംപ്രൂവ്മെന്റ് ഓഫ് സ്കൂൾസിൽ പെടുന്ന ടീച്ചേഴ്സിന് കരിയർ പ്ലേസ്മെന്റ് നൽകുക എന്നുള്ളത് SCRTയുടെ റോളല്ല. സോ ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ഇതിലെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്? SCRTയുടെ റോളിൽ ഉൾപ്പെടാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, അപ്പം നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നോക്കുക, വിച്ച് വൺ ഈസ് നോട്ട് എ ലൈവ് കോർണർ. ഇവിടെ തന്നിരിക്കുന്നവയിൽ ലൈവ് കോർണർ അല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നോക്കുക, ടെറേറിയം ഉണ്ട്, വിവേറിയം ഉണ്ട്, പ്ലാനറ്റേറിയം ഉണ്ട്, അക്വേറിയം ഉണ്ട്. ഇതിൽ ഏതാണ് ലൈവ് കോർണർ അല്ലാത്തത് എന്ന് വെച്ചാൽ എന്താണ്? ജീവനുള്ള വസ്തുക്കൾ ഇല്ലാത്തത്. അതാണ് അല്ലേ ലൈവ് കോർണർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ജീവനുള്ള വസ്തുക്കൾ ഉള്ളവയാണ്. സോ ഇവിടുത്തെ ആൻസർ എന്ന് പറഞ്ഞാൽ ഏതായിരിക്കും? ഓപ്ഷൻ സി, പ്ലാനറ്റേറിയം ആയിരിക്കും അല്ലേ. പ്ലാനറ്റേറിയത്തിലാണ് എന്തുള്ളത്? മോഡൽസ് ആണ് അല്ലേ ഉള്ളത്. അവിടെ ജീവനുള്ള വസ്തുക്കളല്ല. അതുകൊണ്ട് തന്നെ നോട്ട് എ ലൈവ് കോർണർ എന്നായതുകൊണ്ട് അത് പ്ലാനറ്റേറിയം ആയിരിക്കും. ഇനി ടെറേറിയം എന്താണ്? നമുക്കറിയാം, ടെറേറിയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ക്ലോസ്ഡ് അല്ലെങ്കിൽ ഓപ്പൺ കണ്ടീഷനിൽ പ്ലാന്റ്സിനെ വളർത്തുന്നത് അല്ലേ. ഒരു ക്ലോസ്ഡ് അല്ലെങ്കിൽ ഓപ്പൺ കണ്ടീഷനിൽ പ്ലാന്റ്സിനെ വളർത്തുന്നതിനാണ് എന്തെന്ന് പറയുക? ടെറേറിയം എന്ന് പറയുന്നത്. ടെറേറിയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്ലാന്റ്സ് ആണ്. വിവേറിയം എന്ന് വെച്ചാൽ എന്താണ്? വിവേറിയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആനിമൽസിനെ അല്ലേ ഒരു സെമി നാച്ചുറൽ കണ്ടീഷൻസിൽ ആനിമൽസിനെ ഒബ്സർവ് ചെയ്യാനൊക്കെ ആയിട്ട് വളർത്തുന്നത്, ഒരു ക്ലോസ്ഡ് കണ്ടെയ്നറിൽ വളർത്തുന്നതിനാണ് എന്തെന്ന് പറയുക? വിവേറിയം എന്ന് പറയുന്നത്. ഇനി അക്വേറിയം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലേ. അക്വേറിയം എന്താണെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പോൾ ടെറേറിയവും വിവേറിയവും മാറിപ്പോകരുത്. ഇവിടുത്തെ ആൻസർ വിച്ച് വൺ ഈസ് നോട്ട് എ ലൈവ് കോർണർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതാണ്? പ്ലാനറ്റേറിയം ആണ്. അപ്പൊ നോക്കുക, നിങ്ങൾ ഈ ഒരു 5 ക്വസ്റ്റ്യൻ തന്നെ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിൽ എത്ര കാര്യങ്ങൾ പഠിച്ചു. അപ്പം ഇതുപോലത്തെ ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് ഇതിൽ വന്നുകൊണ്ടിരിക്കുന്നത്, നമ്മുടെ പെഡഗോജി പോർഷൻസിൽ വന്നുകൊണ്ടിരിക്കുന്നത്. സോ നിങ്ങൾ എന്ത് ചെയ്യുക? ഇത് നന്നായിട്ട് തന്നെ പഠിക്കുക. അപ്പം നമ്മൾ ഈ പഠിച്ച ക്വസ്റ്റ്യൻസ് നിങ്ങൾ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാം, പല തവണയായിട്ട് ഇത് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള K3യിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം ഇത് പല വേഷൻ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത പല വേഷനായിട്ട് വീണ്ടും മാറി ചോദിച്ചിട്ടുണ്ട്. സോ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ രീതിയിൽ തന്നെ നിങ്ങൾ പഠിച്ച് മുന്നോട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇനിയും നിങ്ങൾ കേട്ടിട്ട് പാസ്സായിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യുക. കാരണം എന്താണ്? നമുക്കറിയാം ഇനിയും എന്തൊക്കെ വിളിക്കാനുണ്ട്. HSI പോലുള്ള എക്സാംസ് വിളിക്കാനുണ്ട് അല്ലേ. പ്രത്യേകിച്ച് HSI ഫിസിക്കൽ സയൻസ് ഒക്കെ ഉടനെ തന്നെ നോട്ടിഫിക്കേഷൻ വരുന്ന എക്സാം ആണ്. അപ്പം ഒരുപാട് തവണ കേട്ടിട്ടൊക്കെ എഴുതിയിട്ട് പാസ്സാകാത്തവരുണ്ടെങ്കിൽ അവർ നിരാശപ്പെട്ടിരിക്കുന്നവരുണ്ടാകും. അപ്പോൾ അവരെന്ത് ചെയ്യുക? നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യുക. നിങ്ങൾക്കറിയാം നമ്മുടെ ബാച്ചുകളുടെ പ്രത്യേകത എന്താണെന്ന് അറിയാം. നമ്മുടെ സിലബസ് അനുസരിച്ചിട്ടുള്ള റെക്കോർഡഡ് ക്ലാസ്സും അതിൻ്റെ നോട്ട്സും അതിൻ്റെ ക്വസ്റ്റ്യൻസും എന്താണ് നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ വീക്ക്ലി ലൈവ് സെഷൻസ് ഉണ്ടാവും. വീക്ക്ലി ലൈവ് സെഷൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം K3നെ സംബന്ധിച്ച് ഏതൊക്കെയുണ്ട്? സൈക്കോളജി ഉണ്ട്, ലാംഗ്വേജ് ഉണ്ട്, അവരോട് സബ്ജക്റ്റ് ഉണ്ട്. അപ്പോൾ സൈക്കോളജിയുടെയും ലാംഗ്വേജിൻ്റെയും നമ്മുടെ സബ്ജക്റ്റിൻ്റെയും പെഡഗോജിയുടെയും ലൈവ് സെഷൻ എന്ന് വെച്ചാൽ വീക്ക്ലി ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആണ്, അതുണ്ടാവും. അതുപോലെ തന്നെ നിങ്ങൾക്ക് മോഡൽ ക്വസ്റ്റ്യൻസ് എക്സാമിന് വേണ്ടിയിട്ട് മോഡൽ ക്വസ്റ്റ്യൻസ് പ്രൊവൈഡ് ചെയ്യും. പിന്നെ എന്താണ്? നിങ്ങളുടെ സ്പെഷ്യൽ മെന്റർഷിപ്പ് ബാച്ചാണ്. എന്ന് വെച്ചാൽ എന്താണ്? ഒരു മെന്റർ ഉണ്ടാവും. നിങ്ങളുടെ കാര്യങ്ങളൊക്കെ സംസാരിക്കാനും നോക്കാനും ഒക്കെ ആയിട്ട് മെന്റർ ഉണ്ടാവും. അപ്പോൾ അങ്ങനത്തെ ഒരു ബാച്ചാണ് ഏതെന്ന് പറയുന്നത്? കേട്ടറ്റ് ബാച്ച് എന്ന് പറയുന്നത്. K3 മാത്രമല്ല, K1 K2 എല്ലാ കോഴ്സുകളും നമുക്കിവിടെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് കോഴ്സുകളെ കുറിച്ച് അറിയണമെങ്കിൽ നമ്മുടെ ബോൺ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അതുപോലെ തന്നെ നിങ്ങൾ ഒരുപാട് പേരുണ്ടാവും അല്ലേ, ഒരുപാട് തവണ കേട്ടറ്റ് എഴുതിയിട്ടൊക്കെ നിരാശപ്പെട്ടിരിക്കുന്നവരുണ്ടാകാം. അപ്പോൾ അത് എന്തുകൊണ്ടാണ്? അല്ലെങ്കിൽ ഇനിയുള്ള കേട്ടറ്റ് എങ്ങനെ ക്രാക്ക് ചെയ്യാം, അതുപോലെ തന്നെ ഇനിയുള്ള കേട്ടറ്റ് ക്രാക്ക് ചെയ്താൽ എന്തൊക്കെയാണ് ഗുണങ്ങൾ എന്നൊക്കെയുള്ള കാര്യങ്ങൾ അറിയാനായിട്ട് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ഒന്ന് രജിസ്റ്റർ ചെയ്യുക. അതുപോലെ തന്നെ ഇനി എന്നാണ് കേട്ടറ്റ് എക്സാം, അതുപോലെ തന്നെ കേട്ടറ്റ് എക്സാമിൻ്റെ ഫോക്കസ്ഡ് ഏരിയയൊക്കെ നമ്മൾ ഫ്രീ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നതാണ്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക? അങ്ങനത്തെ ഡീറ്റെയിൽസ് ഒക്കെ അറിയണമെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്കിലും കൂടെ ഒന്ന് ജോയിൻ ചെയ്യുക. അപ്പം നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്